അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ ചാർത്തിക്കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, ഒരു സവിശേഷതയാണ്. എല്ലായ്പ്പോഴും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മിതത്വവും സംയമനവും മുസ്ലിം സമൂഹം പാലിക്കും എന്നത്. അക്കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുസ്ലിം സമുദായത്തെ ഉമ്മത്തുൻ വസത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുഫസ്സിറുകൾ ഈ വിശേഷണത്തിന് പല സ്വഭാവത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്ത് നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ നിലപാടുകൾ ഒരു മധ്യമ നിലപാടായിരിക്കും. ഭൗതിക ജീവിതത്തിന്റെ വിഷയത്തിലാണെങ്കിലും വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെട്ട ആശയപരമായ മേഖലകളിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ നിലപാട് മധ്യമ നിലപാടായിരിക്കണം. മിതത്വം ആ നിലപാടിൽ മുഴച്ചു നിൽക്കണം എന്നതാണ് ഉമ്മത്തുൽ വസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ വസത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വിരുദ്ധമായ നിലപാടുകളുടെ സമന്വയം, തീവ്രമായ രണ്ട് അറ്റങ്ങൾ ഒരു വിഷയത്തിലുണ്ടായിരിക്കെ ആ വിഷയത്തിൽ ഈ തീവ്രമായ രണ്ട് അറ്റങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്നതിനു പകരം രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന സമന്വയത്തിൻ്റെതായ നിലപാട് എന്നതും വസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ തന്നെ മറ്റൊരു പ്രയോഗത്തെ മുൻനിർത്തിക്കൊണ്ട് വസത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ലതും ആയ നിലപാട് എന്നും ചില മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കണം, പ്രത്യേകിച്ച് സലാത്തുൽ വുസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ആണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്നും അതുകൊണ്ട് ശ്രേഷ്ഠമായ നമസ്കാരം ഇന്ന നമസ്കാരമാണ് എന്നൊക്കെ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ആയത്തിനെ അവലംബിച്ചുകൊണ്ട് മുസ്ലിം സമുദായം ഉമ്മത്തും വസത്ത് ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നും വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില സമുദായങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഒരുപാട് അടിസ്ഥാനങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഘടകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകമാണ്, ഒരടിസ്ഥാനമാണ് മധ്യമ നിലപാട്, സമന്വയത്തിൻ്റെതായ നിലപാട്, മിതത്വത്തിൻ്റെതായ നിലപാട്, ഏറ്റവും ശ്രേഷ്ഠമായ നിലപാട് മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ആ നിലപാട് എല്ലാ കാര്യങ്ങളിലുമാകാം, വിശ്വാസകാര്യങ്ങളിലും. അതുപോലെ തന്നെ വിശ്വാസകാര്യങ്ങളിൽ ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഇസ്ലാമാകുന്ന ഈ ദീനിനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഈ ഒരു സമീപനം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി എല്ലാ രംഗങ്ങളിലും മുഴച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് നാം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രത്തിലുണ്ടായ രണ്ട് തീവ്രമായ നിലപാടുകൾ നമുക്ക് കാണാം. അതിലൊന്ന്, ഒന്നിലും വിശ്വസിക്കാതിരിക്കുക, എല്ലാറ്റിലും അവിശ്വസിക്കുക.
ഈ പ്രപഞ്ചത്തിന്റെ നമുക്ക് ദൃഷ്ടിഗോചരമായ ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കാതിരിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ ആ സൃഷ്ടാവിനെ നിഷേധിക്കുക. ഇതായിരുന്നു ലോക ചരിത്രത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം സ്വീകരിച്ച നിലപാട്. മറ്റൊരു വിഭാഗത്തിന്റെ നിലപാടാകട്ടെ എല്ലാറ്റിലും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ അവസ്ഥ വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മതത്തെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് എല്ലാറ്റിലും ചില ദൈവികമായ ദിവ്യമായ അംശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും എല്ലാറ്റിനെയും ഏതോ അർത്ഥത്തിൽ പരിപാവനമായ ഒന്നായി കണക്കാക്കുകയും അങ്ങനെ കണക്കാക്കിക്കൊണ്ട് ഏകനായ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നതിന് പകരം ഒരുപാട് ഘടകങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നൊരു മറ്റൊരു നിലപാട്. ഇങ്ങനെ വിശ്വാസരംഗത്ത് വിശ്വാസം കൂടിപ്പോയത് കാരണം ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ വിശ്വാസം കൃത്യമായ ഒരു നിലപാടിലേക്ക് നയിക്കുന്നതിന് പകരം ഈ പ്രപഞ്ചത്തിലുള്ള ഇതര സൃഷ്ടികൾ വരെ സൃഷ്ടാവിനോളം ഉയർത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസകാര്യങ്ങൾ അതിരുകവിഞ്ഞു പോവുക. മറ്റൊരു വിഭാഗം ഒന്നിലും വിശ്വസിക്കാതിരിക്കുക. ഇവിടെ ഇസ്ലാമിന്റെ നിലപാട് നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ദൃഷ്ടിഗോചരമായ പ്രപഞ്ചത്തിനപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ മനുഷ്യൻ എല്ലാറ്റിനും പരിപാവനത്വം കൽപ്പിച്ചുകൊണ്ട് ദിവ്യമായ പരിവേഷം ചാർത്തിക്കൊണ്ട് എല്ലാ വസ്തുക്കളിലും ദിവ്യമായ അംശങ്ങളുണ്ടോ എന്നന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനു പകരം ഏകനായ സൃഷ്ടാവിന് മാത്രം ദിവ്യത്വം കൽപ്പിക്കുകയും സൃഷ്ടികളെല്ലാം തന്നെ സൃഷ്ടികൾ എന്ന അർത്ഥത്തിൽ ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും തന്നെ ദിവ്യത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ സ്വഭാവത്തിൽ വിശ്വാസപരമായി ഒരു മിതത്വം നമുക്ക് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന നമുക്കൊക്കെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. അല്ലാഹുവേ, നീ എന്നെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ, നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. നിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് വിധേയമായവരുടെയോ അല്ലെങ്കിൽ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല. മഗ്ലൂബ് അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവർ, അതുപോലെ തന്നെ ളാല്ലീൻ, അള്ളാഹു വഴിപിഴച്ചു പോയവർ. ഈ വിഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണം മുഫസ്സിറുകൾ പല സ്വഭാവത്തിലും ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വിശദീകരണമാണ് മഗ്ലൂബ് അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും എന്നാൽ വിശ്വാസപരമായ രംഗത്ത് അതിരുകവിഞ്ഞു പോവുകയും ആ വിശ്വാസം ഏതൊക്കെയോ ചില അന്ധവും അബദ്ധജടിലവുമായ വിശ്വാസങ്ങളിലേക്ക് അവരെ നയിക്കുകയും അങ്ങനെ അന്ധവും അബദ്ധജടിലവുമായ വിശ്വാസത്തിൽ അകപ്പെട്ടുകൊണ്ട് അങ്ങനെ അകപ്പെട്ടത് കാരണം അള്ളാഹുവിന്റെ കോപത്തിന്റെ വിധേയരായവരാണ് ഒന്നാമത്തെ വിഭാഗമെന്നും, രണ്ടാമത്തെ വിഭാഗമാട്ടെ അജ്ഞത കാരണം ജഹാലത്ത് കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം ഒന്നിലും വിശ്വസിക്കാതെ അങ്ങനെ വഴിപിഴച്ചു പോയവരാണ് എന്നും ചില മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്വഭാവത്തിൽ ഈ ആയത്ത് വിശദീകരണം നൽകപ്പെട്ടപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമാകുന്ന അഥവാ വിശ്വാസപരമായി അതിരുകവിഞ്ഞു പോവുക എന്നത്, ആ അതിരുകവിച്ചൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരാകാൻ കാരണമായി തീർന്നു. തങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളാണ്, തങ്ങൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഡയറക്റ്റായി നേരിട്ട് എത്തിപ്പെടുമെന്നൊക്കെ വിശ്വസിച്ചു പോവുകയും അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം കാരണം ആ വിശ്വാസത്തെ ശരിയായ സ്വഭാവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിന് പകരം വിശ്വാസത്തിലുണ്ടായ അതിരുകവിച്ചൽ കാരണം അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായി ഒരു വിഭാഗം. മറ്റൊരു വിഭാഗമാകട്ടെ ആ വിശ്വാസം തന്നെ ഇല്ലാതെ ജഹാലത്ത് കാരണം അജ്ഞത കാരണം അള്ളാഹുവിന്റെ കൃപക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും വിധേയരാകാതെ വഴിപിഴച്ചുപോയി. ഇതിന് രണ്ടിനുമിടയിലുള്ള മാർഗമാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ മാർഗമെന്ന്
ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസരംഗത്തുള്ള ഇസ്ലാമിന്റെ മധ്യമ നിലപാടിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിലും ഇസ്ലാമിന്റെ മൊത്തം സമീപനം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റു പല മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മധ്യമ നിലപാട് പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല മതവിശ്വാസികളും പ്രവാചകന്മാരിൽ വിശ്വസിച്ചു, പക്ഷേ വിശ്വാസത്തിൽ അവരും അതിരുകവിഞ്ഞുപോയി. പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. പ്രവാചകന്മാർ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തയച്ച അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന യാഥാർത്ഥ്യം ചില ആളുകൾ വിസ്മരിച്ചുപോയി. അങ്ങനെ വിസ്മരിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ കാലത്തിൽ യഹൂദികൾ പറയുകയുണ്ടായി, ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ എന്ന് പറഞ്ഞ മഹാപ്രവാചകൻ അദ്ദേഹം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് യഹൂദികൾ വാദിച്ചുപോയി. ക്രിസ്ത്യാനികളാകട്ടെ മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാമിനെ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വഴികാട്ടാൻ നിയോഗിച്ച പ്രവാചകനാണ് എന്ന വസ്തുത വിസ്മരിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പുത്രനായി സങ്കല്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹി ലഭിച്ചിട്ടില്ല, എനിക്ക് അള്ളാഹുവിന്റെ വഹി ലഭിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകന്മാർ, വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട്. പ്രവാചകന്മാർ മാലാഖമാരല്ല, പ്രവാചകന്മാർ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും സൃഷ്ടികളല്ല, മറിച്ച് ആദ്യത്തെ പ്രവാചകനായി അറിയപ്പെടുന്ന ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും അള്ളാഹുവിന്റെ റൂഹിനാൽ ആ റൂഹ് നൽകപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്ത പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരിൽ ഒരു വ്യക്തിത്വം എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യന് ബാധകമായ എല്ലാ പ്രവർത്തനങ്ങളും, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രവാചകന്മാർ ചെയ്തു. അവർ കച്ചവടം ചെയ്തവരുണ്ട്, കൃഷി ചെയ്തവരുണ്ട്, ആട്ടിടിയന്മാരായി ജീവിച്ചവരുണ്ട്. മനുഷ്യർക്ക് ബാധകമായ വൈവാഹിക ജീവിതത്തിൽ അവർ ഏർപ്പെട്ടു. മനുഷ്യ സമൂഹത്തിൽ കണ്ടുവരുന്നത് പോലെ കുടുംബജീവിതം അവർ നയിച്ചു. സന്താനങ്ങളെ അവർ ഉൽപ്പാദിപ്പിച്ചു, സന്താനങ്ങളെ അവർ വളർത്തി. അവസാനം ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും സംഭവിക്കാറുള്ളത് പോലെ മരണമെന്ന യാഥാർത്ഥ്യത്തെ അവർ അഭിമുഖീകരിച്ചു. പ്രവാചകന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ മിതത്വത്തിൻ്റെതായ നിലപാട് ഈ നിലപാടാണ്. പ്രവാചകന്മാരെ കുറിച്ച് മറ്റു മതങ്ങളും വിശ്വസിക്കുന്നത് പോലെയുള്ള അതിരുകവിഞ്ഞ നിലപാടുകൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി ഉഹദ് യുദ്ധത്തിന്റെ നാളുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ സത്യവിശ്വാസികൾ ഭയചകിതരായിപ്പോയി. പ്രവാചകന്മാർ വധിക്കപ്പെടുക അല്ലെങ്കിൽ പ്രവാചകൻ വധിക്കപ്പെടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ ഒരു കാര്യമായി അനുഭവപ്പെട്ടു. പ്രവാചകന്റെ യഥാർത്ഥ മരണം സംഭവിച്ചപ്പോൾ ഏറ്റവും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും കണിശതയുള്ള ഏറ്റവും ആരോഗ്യമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമ എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ പതറിപ്പോവുകയും പ്രവാചകൻ മരിച്ചു എന്നൊരാളും പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്ത ഖുർആനിലെ വചനമുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട വചനം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പ് എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവർ ഈ ഭൂമിയിൽ ജീവിക്കുകയും മനുഷ്യരോടൊപ്പം ജീവിക്കുകയും പണിയെടുക്കുകയും മനുഷ്യർക്കെല്ലാം ബാധകമാകുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഖലത് മിൻ ഖബ്ലിഹി റുസുലു അഫ ഇമ്മാത ഔ ഖുതിലിൻ ഖലബ്തും അലാ അൽഖാബിക്കും. ഇനി പ്രവാചകൻ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിന് എന്തിനാ പിന്തിരിഞ്ഞോടേണ്ട ആവശ്യം? ഈ ആയത്ത് പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത്.
മനുഷ്യർക്ക് ബാധകമായ നിയമങ്ങൾ അവർക്കും ബാധകമാണ്. പക്ഷേ വഹീ കൊണ്ടവർ അനുഗ്രഹിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മഅ്സൂം ഇസ്മത്ത് കൊണ്ട് അഥവാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കുക എന്ന, അവർ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ സുരക്ഷിതമാക്കി. ഇങ്ങനെ മനുഷ്യരാണ് പ്രവാചകന്മാർ എന്ന യാഥാർത്ഥ്യം, പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഇസ്ലാമിന്റെ നിലപാടാണ്. പ്രവാചകന്മാരെ ഇല്ല എന്ന, അങ്ങനെ ലോകത്തൊരു പ്രവാചകന്മാരെ കടന്നു വന്നിട്ടില്ല മനുഷ്യരെ വഴി നയിക്കാനെന്ന വാദത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. പ്രവാചകന്മാർക്ക് ദിവ്യത്വമുണ്ട് എന്ന വാദത്തെയും നിരാകരിച്ചുകൊണ്ട് ഇവിടെയും ഇസ്ലാമിന്റെ മിതത്വത്തിൻ്റെതായ സംയമനത്തിൻ്റെതായ നിലപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ വിശ്വാസിയാകണമോ ആകണ്ടേ എന്ന് തീരുമാനിക്കുമ്പോൾ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു അന്തസംഘർഷമുണ്ട് മനുഷ്യരുടെ മനസ്സിൽ. മനുഷ്യൻ ബുദ്ധി എന്ന് പറയുന്ന, യുക്തി എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിക്കൊണ്ട് ആധുനിക ലോകം വിശ്വസിക്കുന്നത് യുക്തിയാണ്. ഈ യുക്തിയുടെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യുക്തിയുടെ തീരുമാനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് അവരുടെ അവകാശവാദം. യുക്തി കൊണ്ട് പ്രപഞ്ചനാഥനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ, യുക്തി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു നിയമത്തെ നമുക്ക് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും സമർത്ഥിക്കാനും സാധിക്കുന്നില്ല എങ്കിൽ അത്തരം നിലപാടുകൾ നിരാകരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ നിരാകരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ മാത്രമല്ല, അങ്ങനെ നിരാകരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഖുർആനിക വചനങ്ങൾക്ക് വരെ വ്യാഖ്യാനം രചിക്കാൻ ശ്രമിച്ചവർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, അദ്ദേഹം സമുദ്രം മുറിച്ചു കടന്നു, അതുപോലെ തന്നെയുള്ള ഒട്ടനവധി മുഅ്ജിസത്തുകൾ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹം സുരക്ഷിതനായി തീയിൽ നിന്ന് പുറത്തു വന്നു. സാലിഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ അദ്ദേഹത്തോടൊരു മുഅ്ജിസത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പാറക്കിടയിൽ നിന്നൊരു ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ ഒട്ടനവധി മുഅ്ജിസത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ യുക്തി കൊണ്ട് ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ട് ഇത് നിരാകരിക്കണമെന്ന് വാദിക്കുന്ന, അങ്ങനെ യുക്തിക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ യുക്തിയെ തീരെ പരിഗണിക്കേണ്ടതില്ല. വിശ്വാസകാര്യത്തിൽ എന്തുമാവാം, യുക്തിക്ക് നിരക്കാത്തതും അതുപോലെ തന്നെ യുക്തി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല, വിശ്വാസം മാത്രമാണ് പ്രസക്തം. അതുകൊണ്ട് അന്ധമായ വിശ്വാസങ്ങൾ വരെ നമുക്ക് ന്യായീകരിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ധവും അബദ്ധജടിലവും മനുഷ്യന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതും മനുഷ്യനെ വിശദീകരിക്കാൻ മനുഷ്യ വിശദീകരണത്തിന് വഴങ്ങാത്തതുമായ ഒട്ടനവധി സംവിധാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമൂഹവും നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെയും ഇസ്ലാമിന്റെ മിതത്വം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാം ഇൽഹാമിനെ കുറിച്ചും വഹിയെ കുറിച്ചും സംസാരിക്കുന്നു. വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അത്യാസാധാരണമായ ഇടപെടലുകളിലൂടെ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹിയെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ചില മനുഷ്യർക്ക് ലഭ്യമാകുന്ന ഇൽഹാമുകളെ കുറിച്ച്, ചില പ്രത്യേകമായ വെളിപാടുകളെ കുറിച്ച്, ചില പ്രത്യേകമായ ജ്ഞാനങ്ങളെക്കുറിച്ചും സംസാരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതേ അവസരം യുക്തി എന്ന് പറയുന്ന മനുഷ്യ യുക്തിയെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു നിലപാടല്ല ഇസ്ലാമിന്റെ നിലപാട്. യുക്തിക്ക് യുക്തിയുടേതായ പരിഗണന കൊടുക്കുകയും എന്നാൽ യുക്തി കൊണ്ട് തന്നെ എല്ലാം വ്യാഖ്യാനിക്കണമെന്ന നിലപാടിനെ തിരുത്തിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ മനുഷ്യയുക്തിക്ക് വഴങ്ങാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന നിലപാട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ കുറിച്ച്. നിരക്ഷരനായ മക്കയിലുള്ള മുശ്രിക്കുകളിലേക്ക് പ്രവാചകരെ നിയോഗിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ ആ പ്രവാചകൻ അവർ ഓതിക്കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാകുന്ന കിതാബ് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേ അവസരം തന്നെ ഹിക്മത്ത്, തത്വജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഹിക്മത്തിന് പല സ്വഭാവത്തിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും യുക്തിക്ക് മനുഷ്യൻ അവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് കൂടി ജീവിക്കേണ്ടവനാണ് എന്ന് അഭ്യസിപ്പിക്കുന്ന പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തുകൾ അംഗീകരിക്കുന്നു, ദിവ്യ വെളിപാടുകൾ അംഗീകരിക്കുന്നു. ഈ ഭൂമിയിൽ മനുഷ്യ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു. പക്ഷേ യുക്തി കൊണ്ട് മാത്രമേ നമുക്കൊരു ലോകം പടുത്തുയർത്താൻ സാധ്യമാവുകയുള്ളൂ എന്നത് നിരാകരിച്ചുകൊണ്ട് യുക്തി മനുഷ്യൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ യുക്തിക്ക് വഴങ്ങാത്ത ഇതുപോലെയുള്ള വിശ്വാസ കാര്യങ്ങളെ മനുഷ്യൻ അംഗീകരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിയെയും അതുപോലെ തന്നെ മനുഷ്യന്റെ അള്ളാഹുവിന്റെ ദിവ്യമായ വെളിപാടുകളെയും സമുന്നയിപ്പിക്കുന്ന വിദഗ്ധത്തിൻ്റെതായ ഒരു സമീപനം ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മധ്യമ നിലപാടുകളെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളാണ് ഈ വിശകലനങ്ങൾ. ആരാധനാരംഗത്ത് കടന്നു വരുമ്പോഴും നമുക്ക് ഇസ്ലാമിന്റെ ഈ മധ്യമ നിലപാടുകൾ കാണാൻ സാധിക്കും. ആരാധനകളുമായി ബന്ധപ്പെട്ട് പല സ്വഭാവത്തിൽ ആരാധനകളുമായി ബന്ധപ്പെട്ട് മനുഷ്യ സമൂഹം ഉയർത്തിയ ഏറ്റവും പ്രസക്തമായ, പലപ്പോഴും ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്: ആരാധനകൾ സ്വയം ഒരു ലക്ഷ്യമാണോ? ആരാധനകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടോ? ഇസ്ലാം ഈ രണ്ട് കാര്യങ്ങളെയും സമുന്നയിപ്പിക്കുന്ന ആരാധനകളെ കുറിച്ച് പറയുമ്പോൾ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും അത് സ്വയം അത് നിർവഹിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് പുണ്യം ലഭിക്കുമെന്ന് ഇസ്ലാം സമ്മതിക്കുന്നു. അതേ അവസരം ആരാധനാ കർമ്മങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വെറും ആരാധനകൾ ഒരു മനുഷ്യൻ നിർവഹിക്കുക, അങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒരു മനുഷ്യൻ നിർവഹിക്കുക, ഒരുപാട് തവണ ഹജ്ജ് ചെയ്യുക, ഒരുപാട് സക്കാത്തുകൾ നൽകുക, ഒരുപാട് സദഖകൾ നൽകുക, ഒരുപാട് റക്അത്തുകൾ നമസ്കരിക്കുക, പക്ഷേ ആരാധനകളുടെ കാര്യത്തിൽ അതിലൂടെ ഉണ്ടായിത്തീരേണ്ട ഒരു മാറ്റം മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക. ഇസ്ലാം ആരാധനകൾ സ്വയം ലക്ഷ്യമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ആരാധനകളിലൂടെ ഉണ്ടായിത്തീരേണ്ട ചില മാറ്റങ്ങൾ കൂടി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഇതിന് രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം മ്ലേച്ഛകർമ്മങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ തടയുന്നു. അപ്പോൾ മനുഷ്യന്റെ ഒരു നമസ്കാരം നിർവഹിച്ചിട്ട് ഒരു മനുഷ്യൻ മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എങ്കിൽ അവന്റെ നമസ്കാരം പൂർണ്ണമായൊരു നമസ്കാരമല്ല. പക്ഷേ ഒരാൾ മനുഷ്യന് മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നമസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇസ്ലാമിന് അവരോട് പറ്റില്ല. ഇവിടെയാണ് പ്രശ്നം. മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ നമസ്കാരത്തിന് സാധിക്കേണ്ടതുണ്ട്. തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ നമസ്കാരത്തിന് സാധിക്കേണ്ടതുണ്ട്. കാരണം അത് നമസ്കാരത്തിലൂടെ മനുഷ്യൻ നേടിയെടുക്കേണ്ട, ഈ ഭൂമിയിൽ നേടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, പാളിച്ചകളുണ്ട്, വീഴ്ചകളുണ്ട്. എങ്കിൽ ഞാൻ നമസ്കരിക്കേണ്ടതില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല, ചീത്തയായ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ് എങ്കിൽ നമസ്കരിക്കരുത് എന്നല്ല. നമസ്കാരം സ്വയം പുണ്യകരമായ കർമ്മം തന്നെയാണ്. ഒരു മനുഷ്യൻ നമസ്കരിക്കണം, അവന് തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമസ്കരിക്കണം, പക്ഷേ മാറി നിൽക്കാൻ വേണ്ടി അവൻ ശ്രമിക്കണം. ഈ സ്വഭാവത്തിലാണ് ആരാധനകളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സമീപനം. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോഴും ഹജ്ജിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഇതേ സമീപനം തന്നെ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സൗമിനെ കുറിച്ച് പറയുമ്പോൾ മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഫീ ഹാജത്തിൻ അൻ യദഅ തആമഹു വശറാബഹു എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ തെറ്റായ പ്രവൃത്തികളും തെറ്റായ വാക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഒരാൾക്ക് തെറ്റായ പ്രവൃത്തികൾ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല, ഗീബത്തുകളിൽ നിന്ന്, നമീമത്തുകളിൽ നിന്ന്, അതുപോലെ മോശമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല. ആ കാരണത്താൽ അയാൾ നോമ്പ് ഒഴിവാക്കണമെന്നല്ല ഈ ഹദീസിന്റെ അർത്ഥം. നോമ്പ് സ്വയം വിശുദ്ധമായ ഒരു കർമ്മമാണ്. അതിന്റെ പുണ്യം, അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിയേക്കാം, നൽകാതെ വന്നേക്കാം, അത് മറ്റൊരു വിഷയം. പക്ഷേ അതിന്റെ താല്പര്യമാണ് മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് അത് സുരക്ഷിതമാക്കാൻ, മനുഷ്യനെ ആ സ്വഭാവത്തെ തെറ്റുകളിൽ നിന്ന് സുരക്ഷിതമാക്കാൻ നോമ്പ് കാരണമായി തീരണം.
അങ്ങനെ കാരണമായി തീരുന്നില്ലെങ്കിലും നോമ്പ് നോക്കണം. ഈ സ്വഭാവത്തിൽ ലക്ഷ്യം ഒന്ന് വേറെയാണ് എങ്കിലും ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ആ കർമ്മത്തിൻ്റെതായ വിശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല മതസമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മങ്ങൾക്ക്, ആരാധനാ കർമ്മങ്ങൾക്ക് ജീവിതവുമായി ബന്ധമില്ല എന്നതാണ് പല മതസമൂഹങ്ങളിലും ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വയം അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചാൽ, ചില പ്രത്യേകമായ ചടങ്ങുകൾ മനുഷ്യൻ നിർവഹിച്ചാൽ ആ ചടങ്ങുകൾ വഴി ഒരു മനുഷ്യന് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇസ്ലാം ആ നിലപാടിനെ തിരുത്തുന്നു. ആരാധനകൾ സ്വയം വിശുദ്ധമായ കർമ്മമാണ് എങ്കിലും അതിലൂടെ ഉണ്ടായിത്തീരേണ്ട മാറ്റങ്ങൾ എന്നതാണ്. ആ മാറ്റങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാക്കണം. പക്ഷെ മാറ്റമുണ്ടായില്ല എന്ന് കരുതി ആരാധനകൾ ഒഴിവാക്കാനും പാടില്ല. ഈ സ്വഭാവത്തിലുള്ള ഒരു സമന്വയം, രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു നിലപാട് ആരാധനാ കാര്യങ്ങളിൽ നമുക്ക് ഇസ്ലാമിന്റെ നിലപാടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട്, വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യമമായ നിലപാട് സ്വീകരിച്ചതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിന് മധ്യമമായ മിതത്വത്തിൻ്റെതായ സമന്വയത്തിൻ്റെതായ ഒരു നിലപാടുണ്ട് എന്നത്. എന്തിനധികം എതിരാളികളോടുള്ള മുസ്ലിമിന്റെ സമീപനത്തിൽ വരെ ഇസ്ലാമിന്റെ നിലപാടിൽ ഈ മിതത്വം നമുക്ക് ദീക്ഷിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാൽ, സയ്യിഅത്ത് നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതേ നാണയത്തിൽ ഒരുപക്ഷെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. പക്ഷേ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. എന്നാൽ ആരെങ്കിലും പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും നന്മ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു അവന് പ്രതിഫലം നൽകും. മറ്റൊരു സ്ഥലത്ത് വഇൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഊഖിബ്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മറ്റൊരു വചനം, നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രത്യാക്രമണം ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ഏത് സ്വഭാവത്തിലാണോ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടത് അതേ സ്വഭാവത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വലഇൻ സബർതും ലൗവ ഖൈറുൽ ലിസ്സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു സമുദായം ആക്രമിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും ഒരു മുഖത്തടി കൊള്ളുമ്പോൾ, ഒരു കവിള തടി കൊള്ളുമ്പോൾ മറ്റേ കവിളും കൂടി കാട്ടിക്കൊടുക്കുക, ആ സ്വഭാവത്തിൽ കീഴടങ്ങുക എന്നത് ഒരു സമീപനമാണ്. മറ്റൊരു സമീപനം ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് മുഴുവനെയും നേരിടുക എന്നത് മറ്റൊരു സമീപനമാണ്. ഇസ്ലാം എതിരാളികളുള്ള സമീപനത്തിനും മിതത്വത്തിന്റെയും സംയമനത്തിന്റെയും സമന്വയത്തിന്റേതുമായ ഒരു നിലപാട് പറയും. ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷേ യുദ്ധം ആവശ്യമുള്ളിടത്ത് യുദ്ധം ആവശ്യമായി എന്ന് വന്നേക്കാം. എന്നാൽ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സ്വഭാവത്തിൽ പ്രത്യാക്രമണത്തിന്റെ വിഷയത്തിൽ വരെ ജീവിതത്തിൽ നമ്മൾ സാധാരണ സ്വീകരിക്കുന്ന ആരെങ്കിലും നമ്മോട് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ അവരോടുള്ള പ്രതികരണത്തിന്റെ രൂപത്തിൽ വരെ മിതത്വവും സംയമനവും സമന്വയവും എന്ന് പറയുന്ന ഒരു നിലപാട് ഇസ്ലാം ഉയർത്തിപ്പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐഹിക ജീവിതത്തെക്കുറിച്ച് മൊത്തമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും ഇസ്ലാമിന്റെ ഈ മധ്യമ നിലപാട് വളരെ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ചെലവഴിക്കുമ്പോൾ ദൂർത്ത് പാടില്ല, എന്നാൽ അതുപോലെ തന്നെ പിശുക്കും പാടില്ല. രണ്ടിനും മധ്യയുള്ള നിലപാട്. വഖ്സിദ് ഫീ മശീക വഗ്ദുൽ മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ മിതത്വം പാലിക്കുക, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരത്തിലാണെങ്കിലും നടത്തത്തിലാണെങ്കിലും ചെലവഴിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇസ്ലാം മിതത്വം എന്ന് പറയുന്ന ഒരു മധ്യമ നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐഹിക ജീവിതം എന്ന് പറയുന്ന ഈ ദുനിയാവിനെ വിശ്വാസി സമീപിക്കുന്നിടത്തും ഇസ്ലാമിന്റെ നിലപാട് ഒരു മധ്യമ നിലപാടാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഐഹിക ജീവിതത്തെക്കുറിച്ചും രണ്ട് നിലപാടുകളാണ് ചരിത്രത്തിലുണ്ടായത്. ഒന്ന്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കളിതമാശക്കും ആസ്വാദനത്തിനുമുള്ളതാണ് എന്ന തനിഭൗതികമായ നിലപാട്. മറ്റൊരു നിലപാട്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനേ ഉള്ളതല്ല, അനുഭവിക്കാനേ ഉള്ളതല്ല. ഈ ദുനിയാവിനെ പറ്റേ ഒഴിവാക്കിക്കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന രണ്ടാമത്തൊരു നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനും മധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും ലൈസ ബിഖൈരിക്കും മൻ തറക ദുനിയാഹു ലി ആഖിറതിഹി. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല ആരെങ്കിലും അവന്റെ ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ് എങ്കിൽ വലാ
ആഖിറതഹു ലിദുനിയാഹു ഹത്താ യുസീബ മിൻഹാ ജമീഅൻ. അതേപോലെ തന്നെ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ആഖിറത്തിനെ ഉപേക്ഷിക്കുക എന്നതും ഒരു ശരിയായ നിലപാടല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അസ്ലിഹ് ലി അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനിയല്ലദി ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതിയല്ലതി ഇലൈഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർർ എന്നാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനിയല്ലദി ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, നീ എന്റെ ദീൻ എനിക്ക് എന്താക്കണം, നന്നാക്കി തരണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സുരക്ഷിതമാക്കുന്ന, എന്റെ മുഴുവൻ കാര്യങ്ങളും സുരക്ഷിതമാക്കുന്ന ഒരു പാശമാണ് ദീൻ. ആ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം. വഅസ്ലിഹ് ലി ആഖിറതിയല്ലതി ഫീഹാ മആശി. അതേയോടൊപ്പം തന്നെ എന്റെ ദുനിയാവിനെയും നീ എനിക്ക് ഭദ്രമാക്കി തരണം. കാരണം ആ ദുനിയാവിലാണ് എന്റെ ജീവിത വിഭവങ്ങളുള്ളത്. ആഖിറത്തിനെയും നീ എനിക്ക് നന്നാക്കി തരണം. കാരണം ഞാൻ അങ്ങോട്ട് മടങ്ങാനുള്ളവനാണ്. വജ്അലിൽ ഹയാത സിയാദതൻ ലി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി നീ എനിക്ക് മാറ്റിത്തരണം. വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. ഈ ഭൂമിയിൽ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമാക്കി ഈ ഭൗതിക ജീവിതത്തെ നീ എനിക്ക് മാറ്റിത്തരണം. വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. മരണമാകട്ടെ ഒരുപാട് ദുപദ്രവങ്ങളിൽ നിന്ന്, തോന്നിയവാസങ്ങളിൽ നിന്ന്, വേണ്ടാത്ത പ്രവൃത്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ഒന്നാക്കി നീ എനിക്ക് മരണത്തെയും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ദുനിയാവിനെയും ആഖിറത്തിനെയും ഈ ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും കൂട്ടിഘടിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ്. അതുപോലെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ദുനിയാവിനും ഹസനത്ത്, ആഖിറത്തിനും ഹസനത്ത്. ഈ ഹസനത്ത് നൽകിക്കൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥന. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ ദുനിയാവിലും ആഖിറത്തിലും മധ്യമ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവിന്റെ പിന്നാലെ പോയി എല്ലാം മറന്നവനായി വിശ്വാസി മാറാൻ പാടില്ല. ദുനിയാവാണ് റസൂൽ തന്നെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നീ മാറ്റരുത് എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യമായി മാറിപ്പോവുക, ഇത് ഒരു തീവ്രമായ നിലപാടാണ്. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോവുകയും പാരത്രിക ജീവിതത്തെ വിസ്മരിക്കുകയും അവസാനം മരണത്തിന്റെ വേള അല്ലാഹുവേ, നീ എനിക്ക് അല്പം കൂടി സാവകാശം തന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മലക്കുൽ മൗത്ത് അസ്രായീലിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ പരിതാപകരമായ സഹതാപകരമായ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഇത്തരമൊരവസ്ഥയിൽ എത്തിപ്പെടുക എന്നത് തീവ്രമായ ഒരു നിലപാടാണ്. മറ്റൊരു തീവ്രമായ നിലപാടാണ് ഈ ദുനിയാവിനെ പറ്റെ വിസ്മരിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടും സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതകൾ, അയൽവാസികളോടുള്ള ബാധ്യതകൾ, സമൂഹത്തോടുള്ള ബാധ്യതകൾ, സ്വന്തം നഫ്സിനോട് വരെയുള്ള ബാധ്യതകൾ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഈ രണ്ട് തീവ്രതക്കുമെതിരെയുള്ള മധ്യമ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന ലി റബ്ബിക അലൈക ഹഖ്ഖൻ. നിന്റെ രക്ഷിതാവിന് നിന്റെ രക്ഷിതാവിനോട് ചില ബാധ്യതകളുണ്ട്. വ ഇന്ന ലി നഫ്സിക അലൈക ഹഖ്ഖൻ. നിനക്ക് നിന്റെ ശരീരത്തോടും ചില ബാധ്യതകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ്ഖൻ. നിന്റെ കുടുംബത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ രക്ഷിതാവിന് ചില അവകാശങ്ങളുണ്ട് നിന്റെ മേൽ. നിന്റെ നഫ്സിന് നിന്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിനും നിന്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. എല്ലാവർക്കും അതിന്റെ അവകാശം വേണ്ട സ്വഭാവത്തിൽ നൽകുക. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അല്ലാഹുവിന്റെ അവകാശം വകവെച്ചു കൊടുക്കുക. നമ്മുടെ നഫ്സിന് കണ്ണാണെങ്കിലും കാതാണെങ്കിലും അതുപോലെ തന്നെ വയറാണെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അഹിലിന്, കുടുംബക്കാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു മധ്യമ നിലപാടിനെ കുറിച്ചുകൂടി ഇസ്ലാം സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇസ്ലാം വ്യക്തിയെയും സമൂഹത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തി സമൂഹം എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്, സമൂഹത്തിനുണ്ട് ചില അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിയെയും സമൂഹത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു സമീപനം കൂടി ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ സ്വഭാവത്തിൽ ഒരു മധ്യമ നിലപാട് എന്നത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ മുസ്ലിങ്ങളെ മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ മധ്യമ നിലപാട് നമുക്ക് മുസ്ലിം സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പലകുറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രശ്നക്കാരുടെ സമൂഹമായി, എപ്പോഴും ഒരു കുഴപ്പക്കാരുടെ സമൂഹമായി, എന്തിനധികം ദീനീ വിഷയങ്ങളിലുള്ള തീവ്രത കാരണം സ്വന്തം സഹോദരന്മാർക്ക് നേരെ, സ്വന്തം ആശയരംഗത്ത് തന്നോട് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ദീനിനെ തന്നെ തന്റെ സഹോദരന്മാർക്ക് വരെ നിറയൊഴിക്കാൻ ഇവിടെ മടിക്കാത്തൊരു സമൂഹമായി നമ്മുടെ സമുദായം മാറിയിട്ടുണ്ട്. അങ്ങനെ വെടിക്കോപ്പുകളും ബോംബ് സ്ഫോടനങ്ങൾ, പള്ളികൾ വരെ ബോംബ് സ്ഫോടന വേദികളായി മാറുന്ന ഒരു രംഗം മുസ്ലിം ലോകത്ത് മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മധ്യമ നിലപാട് എന്ന് പറയുന്ന പരസ്പര ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന വിശ്വാസ രംഗത്ത് പ്രവാചകന്മാരോടുള്ള സമീപനങ്ങളിൽ എന്ന് തുടങ്ങി ജീവിതം വരെ നീണ്ടു നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും മധ്യമ നിലപാട് സ്വീകരിച്ച ഒരാശയം, ഒരു മഹത്തായ ദർശനം. ആ ദർശനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ മധ്യമ നിലപാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു അറ്റത്ത് ചായാൻ, ഏതെങ്കിലും വിരുദ്ധമായ തീവ്രതയിലേക്ക് ചായാനുള്ള ഒരു പ്രവണതയാണ് മുസ്ലിം സമൂഹം പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കേണ്ട ഉമ്മത്തും വസത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾ ഉത്തമ സമുദായമാണ്, മധ്യമ സമുദായമാണ്, നിങ്ങൾ സമന്വയത്തിന്റേതായ മിതത്വത്തിന്റേതായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം ഈ സ്വഭാവത്തിൽ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിന്റെ ഇതുപോലെയുള്ള അധ്യാപനങ്ങളെ കുറിച്ചല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. വൈകാരികമായ വിഷയങ്ങൾക്ക്, അതുപോലെ തന്നെ തീവ്രമായ ചില ആശയങ്ങൾക്ക്, ആ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇസ്ലാമിന്റെ മഹത്തായ അധ്യാപനങ്ങളെ പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വരെ ഇതുപോലെയുള്ള തീവ്രമായ നിലപാടുകൾ കാരണം ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ വരെ വളരെയധികം മോശമായിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് നമ്മുടെ നാട്ടിൽ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു മുസ്ലിമിനെ കുറിച്ച് കിട്ടുന്ന ചിത്രം തന്നെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പരസ്പരം ശകാരിക്കുകയും അതുപോലെ തന്നെ പരസ്പരം ശപിക്കുകയും പരസ്പരം കുക്കി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമില്ലാത്ത, സംയമനമില്ലാത്ത, മിതത്വമില്ലാത്ത ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം ഇതര സമുദായങ്ങൾക്കിടയിൽ വരെ ചിത്രീകരിക്കപ്പെടുന്നു എന്നത് നമ്മുടെ സമുദായത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മിതത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ രംഗത്തും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മിതത്വം എന്ന് പറയുന്ന സംയമനത്തിൻ്റെതായ നിലപാടുകൾ, ഈ നിലപാടുകൾ അതാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിരുകവിഞ്ഞ തീവ്രതയിൽ നിന്ന് മാറി നിൽക്കാൻ എല്ലാ വിഷയങ്ങളിലും, ദീനീ വിഷയങ്ങളിലെ, അതുപോലെ തന്നെ നിലപാടുകളിലെ, മറ്റുള്ളവരുള്ള സമീപനങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും അതിരുകവിഞ്ഞ തീവ്രതയിൽ നിന്ന് മാറി നിൽക്കാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.